ഡ്യൂട്ടിക്ക് പോവാം കേട്ടോ. മോർണിംഗ് ഡ്യൂട്ടിക്ക് പോവാണ്. ഇപ്പോൾ സമയം 5:45 ആയി. 6 to 2 ആണ് മോർണിംഗ് ഡ്യൂട്ടി. മോർണിംഗ് ഡ്യൂട്ടി മോർണിംഗ്, ഈവനിങ്, നൈറ്റ് ഇതിങ്ങനെ മാറി മാറി വരും. ഈ ഈവനിങ് ഡ്യൂട്ടിയാണ് 2 to 10, നൈറ്റാണ് 10 to 6 സോറി. അപ്പോൾ ഊബർ വന്നിട്ടുണ്ട്, പോവാണ്. നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ ആക്ച്വലി. പക്ഷേ ഇവിടെ ആരും അങ്ങനെ നടന്നു പോകാറില്ല. ക്ലൈമറ്റും എപ്പോഴും ചൂടാണല്ലോ അധിക ദിവസം. ഇപ്പോൾ തണുപ്പാണെങ്കിൽ കൂടി ആരും നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും വണ്ടിക്ക് തന്നെ പോവാം. ഇവിടെ കണ്ടില്ല, റോഡിലൊന്നും ആരെയും കാണാനില്ല. ഇപ്പം ഇതാ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുള്ളൂ ഞാൻ കണ്ടു. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ആണെങ്കിലും നമ്മൾ കുറേ ചുറ്റി വളഞ്ഞാണ് വണ്ടിയിൽ വരുമ്പോൾ പോവുക. അപ്പം ഇവിടെ ഒരു സിഗ്നലുണ്ട്. സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിലെത്തി. ഇവിടുത്തെ ഏകദേശം എല്ലാ ഷിഫ്റ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് 6 o'clock മോർണിംഗ്. എൻ്റെ മോനാണ് സ്കൂളിൽ ഞാൻ പോകുന്നതിന് മുന്നേ ഇപ്പം 5:45 എന്നെക്കാളും മുന്നേ അവൻ സ്കൂളിൽ പോയി. അതാണ് ഇവിടെ നേരത്തെ സ്കൂളും സ്റ്റാർട്ട് ചെയ്യും. ഡ്യൂട്ടിയെല്ലാം നേരത്തെ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എൻ്റെ ഹോസ്പിറ്റലിലെത്തി. ഇപ്പോൾ പോയിട്ട് പഞ്ച് ചെയ്യണം. ഇപ്പം ഹോസ്പിറ്റലിനകത്ത് എന്നുള്ള കാര്യങ്ങളൊന്നും ഒത്തിരി അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ 2:15 ആയി. 2 o'clock ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു. എൻ്റെ കൊല കണ്ടറിയാം കുറച്ച് എക്സോസ്റ്റഡായി. ഇന്ന് കുറച്ച് ബിസിയുള്ള ദിവസമായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ 42 ഡിഗ്രി ചൂടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അതിൽ കൂടാനാണ് ചാൻസ്. അങ്ങനെ ഊബർ ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ എത്ര ചൂടാണെങ്കിലും ഇവിടുത്തെ മരങ്ങളും ഇതൊക്കെ കണ്ടില്ലേ, നല്ല പച്ചപ്പോടുകൂടി അമ്മാതിരി വെയിലാണ്. എന്നാലും അവർ അതിന് നല്ലോണം മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. നല്ല പൈസ അതിനു വേണ്ടി മുടക്കുന്നുണ്ട്. എപ്പോഴും വെള്ളവും അതിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആൾക്കാരും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ഗ്രീനറി ആയിട്ട് തന്നെ കിടക്കും അവിടെ. പിന്നെന്താണ്, അങ്ങനെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുവാണ് ഊബറിൽ. ഈ ഹോസ്പിറ്റലിൽ എത്ര തിരക്കാണെങ്കിലും നമ്മൾ ആക്റ്റീവായിരിക്കും ഹോസ്പിറ്റലിനകത്ത്. ആ ഹോസ്പിറ്റലിൻ്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്നതോടുകൂടി നമ്മൾ ടയർഡായിരിക്കും, ഭയങ്കര ടയർഡാണ്. വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മയക്കുവെടി കണ്ടുപോലെ കിടന്നുറങ്ങിപ്പോകും. പ്രത്യേകിച്ച് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞാൽ. ഈവനിങ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞാൽ, ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞാൽ വലിയ ക്ഷീണമല്ല. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ പ്രശ്നമൊന്നുമല്ലാതെ ഇത്ര ടയേർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡാണ്. അത് വർക്ക് ലോഡിൻ്റെ മാത്രമല്ല, എന്തോ അങ്ങനെയാണ്. പിന്നെ അത് വീട്ടിലെത്താറായി. നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറി കേട്ടോ. വണ്ടി ഇതൊക്കെയാണ്. ഇവിടെയാണ് നമ്മുടെ വീട്. എൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ എത്താറായി. ഭയങ്കര വെയിലാണ്, പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കാണും. ഇപ്പം മിക്കവാറും തനുമായിരിക്കും, മോളായിരിക്കും ഡോർ ഓപ്പൺ ചെയ്യുന്നത്.